എല്ലാവർക്കും വലിയൊരു നമസ്കാരം. കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. ഞാനൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് വന്നതാണേ. ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിലെ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. ചേച്ചി എന്നും രാവിലെ എനിക്ക് കണ്ണൻ്റെ ഫോട്ടോയും പൂവൊക്കെ ചൂടി അലങ്കരിച്ച് മാലയൊക്കെ ചാർത്തി നിർത്തിയ കണ്ണൻ്റെ വീഡിയോയും ഒക്കെ എന്നും അയക്കും കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് മിക്കവാറും ഞാൻ ഉണരുന്നത്. ചേച്ചി വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാം കുളിച്ച് വൃത്തിയാക്കി ഇതൊക്കെ നല്ല അടിപൊളിയാക്കി അയക്കുന്നതാണേ. ഈ ചേച്ചിയുടെ വീട് ആന്ധ്രയിലാണ് കേട്ടോ. ആന്ധ്രയിൽ രാമകുണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണേ. അവിടുന്ന് ചേച്ചി എനിക്ക് എന്നും രാവിലെ അയക്കുന്നതാണ്. ഒരു 4:30 മണി കഴിയുമ്പോഴേ ചേച്ചി എല്ലാം റെഡിയാക്കി അയക്കും. മാലയൊക്കെ തലേ ദിവസം തന്നെ ചേച്ചി കെട്ടി വെക്കും കേട്ടോ. അവിടെ നിറയെ പൂക്കളുണ്ട്. അപ്പം അവർക്ക് പൂവൊന്നും അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ പൂക്കളുണ്ട്. പൂക്കളൊക്കെ തലേ ദിവസം പറിച്ച് ഇതുപോലെ മാല കെട്ടി ചേച്ചി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ രാവിലെ അടുക്കളയിൽ വന്നേ. ഞാൻ നിങ്ങളെ ഒരു കോഫി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അന്നപൂർണ അതുപോലെ ആര്യാസിലൊക്കെ പോകുമ്പോൾ ഫിൽറ്റർ കോഫി കുടിക്കില്ലേ, മസാല ദോശയുടെയൊക്കെ കൂടെ, ആ സെയിം ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റാണേ. ആവശ്യത്തിന് ബ്രൂവും പഞ്ചസാരയും ഒരു കപ്പിലേക്ക് ഇട്ട് ഞാൻ വെച്ചിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് അതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് പാലിങ്ങനെ ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് ഇത് ഇളക്കി യോജിപ്പിക്കുവേ. അത്യാവശ്യം നന്നായിട്ട് തന്നെ, അതായത് മധുരവും കടുപ്പവും എത്രയാണോ വേണ്ടത് അതിനുള്ള പൊടി എടുത്ത് വെച്ചിട്ട് നമ്മൾ തിളച്ച പാലിൽ നിന്നും ഒരു 1/4 ഭാഗം, പാലിൻ്റെ മൊത്തം അല്ല, ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. അതിനുശേഷം ബാക്കി പാലും കൂടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. പിന്നെ നമ്മൾ ചായ ആറ്റുന്ന പോലെ ഒന്നും വേണ്ട കേട്ടോ. നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ മതിയേ. ഒഴിക്കുമ്പോൾ നല്ല പതഞ്ഞ് നല്ല സൂപ്പറായിട്ട് നല്ല മണവുമാണ് കേട്ടോ. കോഫി റെഡിയാണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സത്യത്തിൽ ചായക്കടയിൽ നിന്നോ അല്ലെ നല്ല നല്ല ഹോട്ടലിൽ നിന്ന് ഒക്കെ കുടിക്കുമ്പോൾ ഇതുപോലെയല്ലേ പതഞ്ഞ് കിട്ടത്തില്ലേ? ഈ സെയിം കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് നോക്കണേ. പിന്നെ ഞാൻ തലേ ദിവസം ഗ്രീൻ പീസ് കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലത്തെ ഗ്രീൻ പീസും അപ്പവുമാണേ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഗ്രീൻ പീസൊക്കെ കുതിർന്ന് വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പം നല്ല പുളിച്ച് പൊന്തി പരുവമായിട്ടിരിപ്പുണ്ട്. പാലപ്പമാണേ. പാലപ്പത്തിന് തലേദിവസം അരച്ചു വെച്ചതാണ്. ഞാൻ ഇന്ന് കാലത്തെ ഉപ്പിടത്തുള്ളൂ കേട്ടോ. ചുടുന്നതിന് കുറച്ച് മുന്നേ ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കും. അന്നേരം ഇതങ്ങ് താന്നു പോകും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പൊന്തി പാകമായിട്ട് നിൽക്കുന്നതാണ്. തിളച്ച് ചാടിയൊന്നും പോയിട്ടില്ല അല്ലാണ്ട്. പിന്നെ ഗ്രീൻ പീസിന് കറിക്കായിട്ട് ബീൻസും ക്യാരറ്റും സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അത്രയൊന്നും എടുത്തില്ല കേട്ടോ. കാബേജ് തോരനും പിന്നെ ഓംലെറ്റും ഒക്കെ വേണം. പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അതിന്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി കുക്കറിൽ വെച്ച് അത് ഒരു 4-5 വിസിൽ ഞാൻ അടുപ്പിക്കും കേട്ടോ. പിന്നെ നാളികേരം ചിരകിയതും 2-3 കുരുമുളകും ഗ്രാമ്പും ആ വെന്ത ഗ്രീൻ പീസ് കുറച്ചും കൂടി ഇട്ട് അത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തു. അതിനുശേഷം അതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചേ. എന്നിട്ടാണ് കടുക് വറുക്കാനായിട്ട്. അത് സാധാരണ പോലെ ഉള്ളിയും കടുകും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒരു ഏലക്കായും കൂടെ ചതച്ച് ഞാൻ ആ വെളിച്ചെണ്ണ മൂപ്പിച്ചതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു നല്ല മണവും രുചിയൊക്കെ കിട്ടും. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഗ്രേവിക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങ് താന്നുപോയി. ഞാനൊരു സൂത്രം കാണിക്കാം. ഇത് കണ്ടോ, ഈ കുമള ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മാവ് എത്രത്തോളം നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റിച്ച്, സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ നന്നായിട്ടിത് വന്നേക്കുന്നത്, നല്ല മയം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പവും ഗ്രീൻ പീസ് കറിയും എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ അപ്പവും ഗ്രീൻ പീസും ഈ ഫിൽറ്റർ കോഫി ഒക്കെ കുടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് പേരെങ്കിലും ഒന്ന് നോക്ക് കേട്ടോ. അപ്പോൾ ശരി.